ചൂണ്ട അങ്ങോട്ട് ഇടുവും കയറി ഉടക്കവും കൂടിയായിരുന്നു. അത് ആ വള്ളത്തിൽ കയറുണ്ട്, ആ കയറെ കയറിയിട്ടാണ് ഉടക്കിയത്. കയറൊന്ന് റിലീസ് ചെയ്തെടുത്തു. അതിനിടയ്ക്കൊക്കെ മീൻ ഇഷ്ടം പോലെ ഒന്ന് നിൽപ്പുണ്ട്. അതാണ് അതിനെ നൈസായിട്ട് അതിൻ്റെ ഇടയ്ക്കോടെ ഇടാൻ നോക്കിയത്. പക്ഷേ അത് ഭയങ്കര പാടാണ് അതിനകത്ത്. ഇനി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടൊന്ന് കയറണമെന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചൂണ്ട ഉടക്കിപ്പോയില്ലേ, ഇറങ്ങി എടുക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ഒരു വിധത്തിൽ ചള്ളിപ്പിടിച്ച് ഇതാ മുകളിലോട്ട് കയറി. ഇതാ കയറി വരുന്നത്. ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്താണ് പാവം ചൂണ്ടയിടാനായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ വള്ളത്തിൻ്റെ അങ്ങോട്ടാണ്ട് കുഴപ്പമില്ല. അവിടെ നിന്ന് ആ മുകളിൽ കയറി. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ചൂണ്ട ഇടയ്ക്ക് വെച്ചിട്ട് കയറി വരുവാണ്. അവിടെ നിന്നുകൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ മീൻ അടിച്ചുകൊണ്ടോ മീൻ അടിച്ചിട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ചൂണ്ട. ആ ഇടയ്ക്ക് ഉടക്കി വെച്ചിരുന്നതാണ്, അത് വലിച്ചുകൊണ്ട് പോവുകയാണ് മീൻ. സാധനം അടിച്ചിട്ടുണ്ട്, വറ്റ അടിച്ചിട്ടുണ്ട്. ഇതാ അങ്ങ് ഇറങ്ങി മുകളിൽ കയറിയിട്ടൊന്നും പിടിക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുമ്പ് ആ ചൂണ്ട അടിച്ച് സാധനത്തിൽ പൊക്കിയെടുത്ത് കൊണ്ടിരുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് നമുക്ക് അടിച്ചൊരു സാധനം. അസൽ കായൽ വറ്റയാണിത്. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, അടിപൊളി സാധനമല്ലേ. ഇങ്ങനത്തെ കുറേ എണ്ണം കിട്ടിയാൽ മതി.